ദൈവദാസൻ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകൾ എന്ത് എന്നുള്ളതാണ്. കർത്താവിന്റെ ദാസൻ നല്ലൊരു പ്രസംഗം ഇപ്പോൾ നമുക്ക് കാഴ്ചവെച്ചു, ഇവയെല്ലാം ചേർത്തുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു വലിയ പ്രസംഗത്തിലേക്ക് ഈ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങൾ ചിലതൊക്കെ പറഞ്ഞ് നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നമുക്കറിയാം, അവർ രണ്ടുപേരും അവരുടെ വിശേഷ ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ്. ഒരാള് എൻ്റെ വലതുവശത്തും ഒരാള് എൻ്റെ ഇടതുവശത്തുമാണ്. ജിബിനെ സംബന്ധിച്ച് സിബിയായിരിക്കുന്നത് വലതുവശത്താണ്. ഒരുപക്ഷെ കാണുന്നവർക്ക് അതങ്ങനെയാണോ എന്നൊരു തോന്നൽ ഉണ്ടാകും. അതങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല. കരം പിടിച്ച് ഉഭയസമ്മതം കൊടുത്ത് രജിസ്റ്ററിൽ ഒപ്പിട്ട് പ്രഖ്യാപനം കഴിയുമ്പോൾ അവർ ഭാര്യയും ഭർത്താവുമായി മാറും. വേണമെങ്കിൽ ഭർത്താവിൻ്റെ ഇടതുവശത്തേക്ക് ഒന്ന് മാറ്റി ചാരി ആ സമയത്ത് ഇരുത്താം. എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. ദീർഘനാളുകൾക്ക് മുൻപ് അവരുടെ ഹൃദയം തമ്മിൽ ഒന്നായി കഴിഞ്ഞു. ഇവിടെ കേവലം ഒരു ചടങ്ങ് മാത്രമാണ് ഇവിടെ നിർവഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ അക്കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എന്താണ് വാസ്തവത്തിൽ വിവാഹം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രസംഗിക്കുന്നില്ല, ദേവദാസൻ വളരെ വിശദമായി സംസാരിച്ചു. എന്താണ് വാസ്തവത്തിൽ വിവാഹം? വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് നൽകുന്ന സന്ദേശം? അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എബ്രായ സഭയ്ക്ക് എഴുതുമ്പോൾ വളരെ കൃത്യമായും വളരെ വ്യക്തമായിട്ടും അത് രേഖപ്പെടുത്തുന്നുണ്ട്. 13-ാമത്തെ അധ്യായം 4-ാമത്തെ വേദഭാഗത്തിൽ വളരെ സുവ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. സോ വിവാഹം എല്ലാവർക്കും എന്താണ്? മാന്യമാണ്. നമുക്ക് ഒത്തിരി മാന്യമായ കാര്യങ്ങളുണ്ട്, മാന്യ പദവിയുള്ള ആളുകളൊക്കെ ഉണ്ട്. വേഷത്തിലും ഭാഷയിലും സ്ഥാനത്തിലും ഒക്കെ മാന്യത കൽപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ മാന്യത കൽപ്പിക്കുന്ന സകല കാര്യങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണെന്ത്? വിവാഹം. വിശുദ്ധ വേദശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ ഇവയെ വേർതിരിച്ച് ചേരിതിരിച്ച് വിവാഹത്തെ മാറ്റി നിർത്തുന്ന ഒത്തിരി ദൈവശാസ്ത്രങ്ങളുണ്ട്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിനെ ആ വഴിക്ക് നമുക്ക് വിടാം. എന്നാൽ മനുഷ്യനായി പിറന്ന ഒരു വ്യക്തി, ആണ് പെണ്ണ് എന്നീ രണ്ടു വർഗമേ ലോകത്തിലുള്ളൂ. ഇവർക്ക് ദൈവം കൽപ്പിച്ചാക്കിയ പ്രഥമവും പ്രധാനവുമായ സ്ഥാപനം എന്ന നിലയിൽ ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ത്? വിവാഹം. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിൽ പ്രഥമവും പ്രധാനവുമായി ദൈവം സ്ഥാപിച്ച സ്ഥാപനമാണ് കുടുംബം. അതിനെ അപമാനിക്കുവാൻ ആർക്കും അർഹതയില്ല. അത് അപമാനിച്ചാൽ ദൈവം അവനെ ശിക്ഷിക്കും. രണ്ടാമത്തെ സ്ഥാപനം സഭ എന്നുള്ളതാണ്. ദൈവത്തിന്റെ സഭ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് രണ്ടാമത്തെ സ്ഥാപനം. ഈ രണ്ട് സ്ഥാപനമാണ് ദൈവം സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്, വളരെയധികം പ്രസക്തിയുണ്ട്. ഞാൻ പറഞ്ഞു, വിവാഹം എന്നാൽ അത് സകലർക്കും മാന്യമാണ്. രാജാവിനും രാജ്ഞിയും, പണ്ഡിതനും പാമരനും, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാവിഹീനനും, ഉന്നത കുലജാതനും കുലഹീന ജാതിക്കും എല്ലാം മാന്യമാണ്. മൃഗങ്ങളിലേക്കും ജീവജാലങ്ങളിലേക്കും ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല. കാരണം അവർക്ക് ഇല്ലാത്തത് ഒന്നുകൂടെ നമുക്ക് കൂടുതലുണ്ട്. എന്താണ്? ദേഹം, ദേഹി, ആത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ദൈവം സന്നിവേശിപ്പിച്ചതുകൊണ്ട്, ആത്മാവ് മൃഗങ്ങളിലും കൃമികീടങ്ങളിലും ഇല്ലാത്തതുകൊണ്ട്, ആത്മാവുള്ള ഏകജീവി മനുഷ്യനായതുകൊണ്ട് അവൻ ദൈവത്തിന് മുൻപിൽ ഈ മാന്യതയുടെ ഭാഗമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വിവാഹം ദൈവം മനുഷ്യന് നൽകി, അതുകൊണ്ട് ഇത് മാന്യമായി തീർന്നു. അതിനെ വിടർത്തി പഠിച്ചാൽ വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഇത് മാന്യമാകാൻ കാരണം.
എന്താണെന്നറിയാമോ? ഒന്ന്, ഗോഡ് എസ്റ്റാബ്ലിഷ്ഡ്. ദൈവം ഇത് സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത് മാന്യമാകാൻ കാരണം. 32-ാം അധ്യായം 18 വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ നിർമ്മിച്ച് അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്കതായ ഒരു ഇണയെ കൊടുത്തു. ആണോ? തുണയെ കൊടുത്തു. ഇണകൾ മൃഗങ്ങൾക്കും പറവകൾക്കുമാണ്. അവരുടെ ശരീരത്തിന്റെ സ്ത്രൈണത പരിഹരിച്ചാൽ അവരെ വിട്ടങ്ങ് പോകും. ശരീരത്തിന്റെ സുഖലോലുപത കഴിഞ്ഞാൽ ആ ഇണയെ വിട്ട് പറന്നു ദൂരെ പോകും. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് ദൈവം കൊടുത്തത് ഇണയല്ല, മറിച്ച് തുണയാണ്. സോ ദൈവം സ്ഥാപിച്ചതുകൊണ്ട് വിവാഹം മാന്യമാണ്. രണ്ടാമത് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്, ഇത് കർത്താവായ യേശു ക്രിസ്തു ഇതിനെ അനുഗ്രഹിച്ചു. ജീസസ് ബ്ലെസ്ഡ് ബിക്കോസ് ഇറ്റ് ബിക്കെയിം ഹോളി. ഇത് വിശുദ്ധമായി തീരുവാനിടയായി തീർന്നു. ഇത് മാന്യമായി തീരുവാനിടയായി തീർന്നു. കുടുംബജീവിതത്തെ, കുടുംബ ബന്ധങ്ങളെ, വ്യക്തിബന്ധങ്ങളെ ഇത്രത്തോളം മാനിച്ച, ഇത്രത്തോളം ബഹുമാനിച്ച ഒരു വ്യക്തിയും പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. പ്രൈസലോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രൈസലോടൊക്കെ പറയും കേട്ടോ. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഈ വേഷം ഇട്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ അകത്ത് ഒരു സുവിശേഷകനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലായതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ഞാനൊരു സ്തോത്രമൊക്കെ പറയും. അതിനിപ്പോൾ പെന്തക്കോസ്തുകാരാണോന്നില്ല, സകല മനുഷ്യർക്കും സ്തോത്രം പറയാൻ പറ്റും. കാരണം സ്തോത്രം എന്നതൊരു യാഗമാണ്. അത് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ യാഗമാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇതിനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയാണ് പിന്നെ ഈ അനുഗ്രഹിച്ച ക്രിസ്തു കല്യാണം കഴിച്ചോ? സ്വാഭാവികമായ ചോദ്യമാണ്. അതിന് മറുപടിയുണ്ട്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഐഹിക ജീവിതത്തിന് വേണ്ടിയല്ല. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പദ്ധതികൾ ഭൂമിയിൽ നടപടിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. സർവ്വഥാ മനുഷ്യന്റെ വീണ്ടെടുപ്പെന്നത് മാത്രമാണ്. അതുകൊണ്ട് പുത്രനായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചുവെങ്കിലും ഒരു കുടുംബ ഗാർഹിക ജീവിതത്തിന്റെ ആവശ്യകത അവിടെ ഇല്ലാത്തത് കൊണ്ട് കർത്താവ് നിർവഹിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം സ്ഥാപിച്ചത് കൊണ്ട് ഇതെന്തായി മാറി? ജിബിൻ, ഇത് മാന്യമായി മാറി. കർത്താവ് ഇதை അനുഗ്രഹിച്ചത് കൊണ്ട് ഇത് മാന്യമായി മാറി. തീർന്നില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് കൺഫേം ചെയ്തു, ഇത് സ്ഥിരീകരിച്ചു. God established, Jesus blessed, and the Spirit of God confirmed. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് സ്ഥിരീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് വിവാഹം എല്ലാവർക്കും മാന്യവും നിങ്ങളുടെ സ്വകാര്യ പരസ്യ ജീവിതം ഏറ്റവും നിർമ്മലവും ആയിരിക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവദാസൻ ഓർമ്മപ്പെടുത്തി എന്തിനാണ് വിവാഹം. ഞാൻ ആവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ഒന്ന് വേഗത്തിൽ പറഞ്ഞ ചില ചിന്തകൾ കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാം. 10:30 ആരംഭിച്ചാൽ 12:30 തീരേണ്ട വിവാഹ ശുശ്രൂഷയാണ്. 11:20 ആരംഭിച്ചു, 1 മണിക്കേ തീരത്തുള്ളൂ. അതുകൊണ്ട് ആ സമയം വരെയും എൻ്റെ ഊഴമാണ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. തക്ക സമയത്ത്, ഇൻ ടൈം, സമയത്ത് അല്ലെങ്കിൽ തക്കതായിട്ടുള്ള തുണ. ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2-ാം അധ്യായം 18 വായിക്കുന്നു, തനിക്ക് തക്കതായ ഒരു തുണയെ. നമുക്കറിയാം, ലോകത്തിൽ ഒത്തിരി സ്ത്രീകളുണ്ട്, ഒത്തിരി യൗവനക്കാരുണ്ട്. മൊബൈലൊക്കെ തുറന്നു കഴിഞ്ഞാൽ സുന്ദരികളായിട്ടുള്ള ഒത്തിരി പെണ്ണുങ്ങളുണ്ടെങ്കിലും ജിബിന് വേണ്ടി ചിറ്റാറിൽ സ്വർഗത്തിലെ ദൈവം തക്ക ഒരു തുണയെ കണ്ടുവച്ചു. അത് തക്ക സമയത്ത് ദൈവദാസന്മാരുടെ കയ്യിലെത്തി. പ്രപ്പോസലായിട്ട് തക്ക സമയത്ത് ഇവിടെ എത്തി. തക്ക സമയത്ത് അത് കൈമാറാൻ പോവുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു സ്ത്രീ തക്ക തുണയായിരിക്കണം. എല്ലാറ്റിനും എപ്പോഴും മതിയായ ഒരു വ്യക്തിത്വമായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പോരായ്മ വന്നാലും അതിൽ ഇങ്ങനെ ഒരു പരിമിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ചായ എന്ന് പറയാൻ കഴിയുന്ന നല്ല മനസ്സും കഴിവും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയാണ് തക്ക തുണ എന്ന് പറയുന്നത്. സിബിയിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. അതിലുപരി ജിബിൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്, സ്ത്രീയെ സംബന്ധിച്ച് പുരുഷന് തക്ക തുണയാണെങ്കിൽ സ്ത്രീക്കാരാണ് നല്ല വിശ്രമമാണ്. വിശ്രമം എന്നുള്ള പദത്തെക്കാളും അർത്ഥം കൂടുതൽ വിശ്രാമം എന്നുള്ളതാണ്. വിശ്രമം എന്ന് പറഞ്ഞാൽ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വരുന്നോളം വരെ കിടന്നുറങ്ങുന്നതാണ് വിശ്രമം. വിശ്രാമം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല.
പ്രവൃത്തിയും വിശ്രമവും ആശ്വാസവും അനുഗ്രഹവും പങ്കുവയ്ക്കലും ഒക്കെ ചേർന്ന ഒരു പ്രത്യേക പാന്താവാണ് വിശ്രാമം. അപ്പോൾ സ്ത്രീക്ക് വിശ്രാമം, രൂത്ത് വളരെ ഉദാഹരണപ്പെട്ട ഒരു വ്യക്തിയാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലൊക്കെ നമ്മളിത് മനസ്സിലാക്കുന്നുണ്ട്. 3-ാമത് പഠിക്കുമ്പോൾ കുടുംബജീവിതം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് സന്താന വർധനവിനുള്ള ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മാർഗമാണ്. തലമുറകൾ, ഇന്ന് തലമുറകൾ എന്നൊക്കെ പറയുന്നത് വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങൾ വിശകലനം ചെയ്താൽ അപ്പനും അമ്മയും 2 പട്ടി, ആ വിധത്തിലേക്ക് നമ്മുടെ കുടുംബം വല്ലാതെ അങ്ങോട്ടായിപ്പോയി. മൈക്രോ അല്ല മാക്രോ ആയിപ്പോയി. മറുവശത്ത് ഒത്തിരി ആളുകളുണ്ട്, ദൈവം തരുന്നത് സന്തോഷത്തോടെ ഭംഗി ഹല്ലേലൂയ പാടുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ ഈ രാജ്യത്തെ മറ്റൊരു രാജ്യമായിട്ടൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളിലേക്ക് വരുമ്പോൾ അങ്ങനെയായി മാറി. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. 2 ആൺപിള്ളേരാ. ഒരുത്തൻ വന്നിരിപ്പുണ്ട്, ഒരുത്തൻ പുറത്ത് പഠിക്കുന്നുണ്ട്. പഠിത്തം കഴിഞ്ഞ് ജോലിയും കിട്ടി പെണ്ണും കിട്ടി വിട്ടു കഴിഞ്ഞാൽ എൻ്റെയും ഭാര്യയുടെയും കാര്യം കട്ടപ്പോകാം, നാട്ടുഭാഷയിൽ പറഞ്ഞ. കാരണം വായു വലിച്ച് കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തോണ്ടി തരാൻ പോലും ആളില്ലാത്തൊരവസ്ഥ. പിന്നെ അതുകൊണ്ട് സാങ്കേതിക സൗകര്യമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഇരിക്കുന്ന മോന് അമ്മ വായു വലിക്കുന്നത് ഇങ്ങനെ ഇന്റർനെറ്റിലൂടെ കാണാൻ പറ്റും. കാരണം ക്യാമറയെല്ലാം വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ ഇരുന്ന് ഈ വലിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ തൊല്ല ആർക്കാണെന്നറിയാമോ? ഞങ്ങൾ ഉപദേശിമാർക്ക്. അവിടുന്ന് വിളിച്ചു പറയും, പാസ്റ്റേ അമ്മ അവിടെ വായു വലിക്കുന്നു, മരിക്കാറായെന്നാ തോന്നുന്നു, പാസ്റ്റർ എങ്ങനെയെങ്കിലും പാതിരാത്രി ആണേലും ഒന്ന് ഓടിച്ചെന്ന് ഇച്ചിരി വെള്ളം തൊട്ട് കൊടുക്കണേ. അങ്ങനെ ഒരു ഗുണം ഞങ്ങൾക്കുണ്ട്. സ്തോത്രം. അപ്പോൾ കുടുംബജീവിതങ്ങൾ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൽ സന്താന വർധനവ് തരും. എത്ര വേണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അത്യാവശ്യം കൂടെ നിൽക്കാൻ ഒരു കുഞ്ഞെങ്കിലും വീട്ടിൽ അവശേഷിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നിങ്ങളെ ചേർക്കുമ്പോൾ ദൈവം തരുന്ന സന്തതികളും സന്താനങ്ങളും ദൈവത്തിന്റെ ദാനമായി കരുതുവാനും ദൈവത്തോട് സ്തോത്രം പറയുവാനും നിങ്ങൾക്ക് മനസ്സുണ്ടാകണം. തിരക്കുണ്ടാകും, ജോലിയുണ്ടാകും, പറന്ന് പല ദേശങ്ങളിലൂടെ കടന്നു പോകുന്ന വലിയ തിരക്കുകളിലൊക്കെ വരുമ്പോഴാണെങ്കിൽ പോലും ചേർന്നിരിക്കാനും ദൈവം തരുന്ന നന്മകളെ സന്തോഷത്തോടെ വാങ്ങുവാനുമുള്ള മനസ്സൊരുക്കം നിങ്ങൾക്കുണ്ടാകണം. വിവാഹം എന്നുള്ളത് സന്താന വർധനവിലുള്ള ദൈവത്തിന്റെ ഏക ഉപാധിയാണ്. ഒത്തിരി ഉപാധി വേറെയുണ്ട്, എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഉപാധി കുടുംബജീവിതമാണ്. തീർന്നില്ല. വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള മാർഗം എണ്ണി പറയാൻ സമയം ഒത്തിരി ഉണ്ട്, ഞാൻ പോകുന്നില്ല. ഇന്ന് അങ്ങനെയുള്ള ജീവിതമൊന്നും ഇല്ല. വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട ഷർട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് മാറ്റി ഹാങ്ങറിൽ ഇടുന്ന പോലെയാണ്. ഇനി ആ ഷർട്ട് ഇടുന്ന നിർബന്ധമില്ല. കാരണം അവരവരുടെ ഇഷ്ടമാണ്. സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള തലങ്ങൾ എവിടം വരെയും ഉയരാൻ കഴിയുമോ അവിടം വരെയും അവർ ഉയർന്നുകൊണ്ടിരിക്കുക. വെറും 15 ദിവസത്തിന് വേണ്ടി ഒരാൾ പറന്ന് അങ്ങ് ശൂന്യാകാശത്തിൽ പോയി. ഇപ്പൊ 9 മാസമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. ആളെ അറിയാമല്ലോ. ഞാനിങ്ങനെ ചിന്തിച്ചു, അവരുടെയൊക്കെ കുടുംബവും ജീവിതവും ബന്ധങ്ങളും ഒക്കെ എങ്ങനെയാ? അത് സാങ്കേതികൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. 9 മാസമായിട്ട് അവിടെ എങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റും? വരുമ്പോൾ ഏത് കോലമാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ബന്ധങ്ങൾ പറന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ കുടുംബ ബന്ധം ഇവിടെ ആവിർഭവിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം വിശുദ്ധമായിരിക്കണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതത്തിന്റെ സകല തലങ്ങളിലും വിശുദ്ധി ഉണ്ടാകണം. പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കുവാനും പഴയ തുരുമ്പടിച്ച അവസ്ഥകളെ വീണ്ടും പുനർനിർമ്മിച്ചുകൊണ്ട് സ്വകാര്യ ജീവിതത്തിലെ സ്വസ്ഥത കളയുന്ന ജീവിതമായി മാറരുത്. 20-25 രൂപ കൊടുത്താൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ കിട്ടും. ആ ഫോണിൽ പഴയ ബന്ധങ്ങൾ, വാട്സാപ്പുകൾ, സ്കൂളിൽ പഠിച്ച കൂട്ടുകൾ, ബന്ധങ്ങൾ, ഇവയൊക്കെ കേൾക്കാൻ സുഖമുള്ളതും സുന്ദരവുമായ ശബ്ദമാണെങ്കിലും കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയൊക്കെ അപ്പാടെ മറന്നു കളയണം. ഒരു പുതിയ ബന്ധത്തിലേക്ക് നിങ്ങൾ 2 മാത്രം പ്രവേശിക്കണം. ഈ പുതിയ ബന്ധത്തിൽ നിന്ന് വേണം 3, 4, 5 ആ കുടുംബത്തിന്റെ വിസ്താരത വർദ്ധിക്കുവാനായിട്ട്. പഴയ സുഖമുള്ള വാക്കുകളും സന്തോഷം പകരുന്ന ഫ്രണ്ട്ഷിപ്പുകളും ജീവിതത്തിന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തും. എന്നാൽ ജീവിതത്തിൽ ദൈവം തരുന്ന പങ്കാളിയുമായി ചേർന്നുള്ള ജീവിതം വിശുദ്ധമായിരിക്കും. അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി മാറുവാനിടയായിത്തീരും. തീർന്നില്ല, ദൈവത്തെ സേവിക്കുന്ന ഒരു കുടുംബമായി നമ്മൾ മാറണം. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തെ സേവിക്കണമെങ്കിൽ ദൈവമാരാണെന്ന് കൃത്യമായിട്ട് അറിയണം. ചേർന്നിരുന്ന ദൈവവചനം വായിക്കണം. പ്രഭാത പ്രാർത്ഥനകളിൽ ചേർന്നിരിക്കണം. സന്ധ്യപ്രാർത്ഥനകളിൽ ചേർന്നിരിക്കണം. വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ആയുധമായി മാറണം. തിരക്കുള്ളതുകൊണ്ട് അവർ വന്നപ്പോൾ ബൈബിൾ കയ്യിലില്ലായിരുന്നു. തിരക്കായതുകൊണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് പോയി. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ ബൈബിൾ സ്കൂൾ അധ്യാപകനാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്ത് മറന്നാലും നിങ്ങളുടെ പണിയായുധം മറക്കരുത്. സ്തോത്രം. ദൈവവചനം
ആണ് നമ്മെ മാനിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങൾ കൂട്ടം വിട്ട് കൂട്ടുകാരുമായി നാട് വിട്ട് എവിടേക്കോ പോയി ജീവിച്ച് കുറച്ചു കഴിഞ്ഞ് ജീവിതം നശിപ്പിച്ച് തെണ്ടിത്തിരിഞ്ഞ് തെരുവീതിയിലൂടെ മുടിയൻ പുത്രൻ വരുന്ന പോലെ കടന്നു പോകുമ്പോൾ മാന്യമായ വേദിയിൽ നിങ്ങളെ ഇരുത്തി ഈ പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടുകൂടെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചു വചനം സംസാരിച്ച് അനുഗ്രഹിച്ച് ജീവിതത്തിലേക്ക് നിങ്ങളെ അയക്കുന്നതിന്റെ കാരണം ദൈവവചനമാണ്. ദൈവവചനത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നല്ല കുടുംബമായി നിങ്ങൾ മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ചില ചിന്തകൾ അവരുടെ ഉത്തരവാദിത്വവുമായി അല്ലെങ്കിൽ കുടുംബജീവിതവുമായി ഭാവി അല്ലെങ്കിൽ വിവാഹം എന്നതിനെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുവാനായി ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കടമകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവദാസൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കണം എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർന്നില്ല, പോറ്റി പുലർത്തണം. തെറ്റുപറ്റുന്നൊരു കാര്യമാണ്. സ്നേഹിക്കാൻ പറ്റും, പക്ഷേ പോറ്റി പുലർത്തുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ പോറ്റുക? എന്താണ് ഈ പുലർത്തുക? പോറ്റുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഫീഡ് എന്നാണ് പറയുന്നത്. ഫീഡ്. പുലർത്തുക എന്ന് പറഞ്ഞാൽ ഫീഡ് എന്നല്ല, നർച്ചർ എന്നാ പറയുന്നത്. ടു ഫീഡ് ആൻഡ് നർച്ചർ, പോറ്റുകയും പുലർത്തുകയും. കൗൺസിലിങ്ങിന് കുടുംബങ്ങൾ വരുമ്പോൾ അവർ പറയാറുണ്ട്, പാസ്റ്റേ ഇവക്ക് എന്തോന്നിൻ്റെ കേടാ, സാരിക്ക് സാരി, മറ്റു ഡ്രസ്സുകൾ, ഭക്ഷണം, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവളിങ്ങനെയാ, ശരിയാകത്തില്ല, എന്താ പ്രശ്നമെന്ന് പാസ്റ്റർ ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ ചോദിക്കും, എന്താ സഹോദരി പ്രശ്നം? നല്ല വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? അതല്ല പാസ്റ്റർ പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട് കേട്ടോ. തീറ്റ കൊടുത്താൽ പോരാ, പോറ്റുകയും പുലർത്തുകയും ചെയ്യണം. പുലർത്തുക എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവും ആയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും ഭാര്യയെ കരുതുന്ന ഒരു മനുഷ്യനായി മാറണം. പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവൻ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിലെ സകലമാന പ്രവർത്തികളും ചെയ്ത് കുഞ്ഞുങ്ങളുമായി അവരുമായി ഇടപെട്ട് ഭക്ഷണപാനീയങ്ങൾ ചെയ്ത് ഭവന ചുറ്റുപാട് പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി ബന്ധങ്ങളെ ക്രമം വരുത്തി വരുന്നവരെ സ്നേഹിച്ച് സൽക്കരിച്ച് ഒക്കെ ഇവിടെ വലിയൊരു കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഒരു സ്ത്രീ ഇരിക്കുന്നത്. അവർക്കൊരു സാരി കൊണ്ട് കൊടുത്താൽ പരിഹരിക്കപ്പെടത്തില്ല. അവളെന്ന വ്യക്തിയെ മാനിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറണം. ആ വ്യക്തിയുടെ ശരീരത്തെ മാനിക്കണം, ആ വ്യക്തിയുടെ മനസ്സിനെ മാനിക്കണം, ആ വ്യക്തിയുടെ സാമൂഹിക പ്രതിബദ്ധതയെ മാനിക്കണം, അവരുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കണം. എവിടം വരെയും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഭർത്താവിന് ഓടിയെത്താൻ കഴിയുമോ അവിടെ എല്ലാം ഒരു ഭർത്താവ് എത്തിച്ചേരുവാൻ കഴിയുക എന്നുള്ളതാണ് പുലർത്തുക എന്ന വാക്കിൻ്റെ അർത്ഥം. ആ തലത്തോളം ഒരു ഭർത്താവിന് ഓടിയെത്താൻ കഴിയുമ്പോൾ ഭർത്താവിന് മനസ്സിലാകില്ല. അങ്ങേര് പറയും, എന്തോ കേടാ ഇവക്കുള്ളത്. പക്ഷെ കേടിതാ, ഒരു വ്യക്തി എന്ന മാന്യത പോലും കൊടുക്കാതെ കുടുംബങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന ഒത്തിരി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് ചെറുതാണെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ കയറയിൽ തൂങ്ങുകയും ആത്മഹത്യാ പ്രവണതയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം. ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, പ്രിയപ്പെട്ട ജിബിൻ സിബിയ, പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ പരസ്പരം ഓടിയെത്തണം. പരസ്പരം നിങ്ങളുടെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കണം. പരസ്പരം നിങ്ങളുടെ ജീവിതം സ്വകാര്യമാകരുത്. രണ്ടുപേരും അറിയാത്ത ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ളൊരു ജീവിതം സന്തോഷമുള്ള ജീവിതമാണ്, സ്നേഹിക്കുവാൻ കഴിയുന്ന ജീവിതമാണ്, പുലർത്തുവാൻ കഴിയുന്ന ജീവിതമാണ്. അനുസരണം, കീഴടങ്ങൽ, ഇവയെല്ലാം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പരസ്പരം ഉണ്ടാകണം. വേദപുസ്തകത്തിൽ ഭർത്താവിനെ ഭാര്യ അനുസരിക്കണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് അത് പറയുമ്പോൾ അന്നത്തെ കാലത്തെ സ്ത്രീകളും ഭാര്യമാരും ഒക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ ഭർത്താവിനെ ഭാര്യ അനുസരിക്കാൻ മാത്രം പോരാ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഭാര്യയെയും ചിലതൊക്കെ അനുസരിക്കാൻ കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. കാരണം ഭർത്താക്കന്മാരായ നമ്മൾ അത്ര മിടുക്കന്മാരല്ല. ചിലതൊക്കെ നല്ല ബുദ്ധിയും നല്ല കാര്യങ്ങളും സ്ത്രീകളിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് കേൾക്കാനും അത് കേട്ടിട്ട് ശരിയെന്ന് തോന്നിയാൽ വെരി ഗുഡ്, അങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഒരു മനസ്സ് ഭർത്താവിനും ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഞങ്ങളല്ല വാസ്തവത്തിൽ നടത്തുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. വിവാഹം നടത്തുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷയിൽ നിർവഹിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഇവർ എന്ത് ചെയ്യുന്നു? ഇവർ യോജിപ്പിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് വരികയാണ്. മിന്നുകെട്ടിയും മന്ത്രകോടി ചാർത്തിയും കാണാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നിരതദ്രവ്യങ്ങളോ സാധന സാമഗ്രിയോ ചേർത്തല്ല ഇവരെ ബന്ധിക്കുന്നത്.
ഇവരുടെ ചേർക്കൽ എന്ന് പറഞ്ഞാൽ ഉഭയസമ്മതമാണ്. ഞാനത് പറയാൻ പോവുകയാണ്. ആ പറയുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ വിവാഹത്തോട് ഇവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തതുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം വരുന്നുണ്ട്. നോ എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിച്ചത് മുഴുവനും സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവരെ 2 വഴിയായിട്ട് പറഞ്ഞു വിടും. കാരണം ഇത് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്ന ശുശ്രൂഷയാണ്, നിയമം ശ്രദ്ധിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നത്. കരം പിടിച്ച് ചേർക്കുമ്പോൾ മനുഷ്യനല്ല, നിങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ മധ്യത്തിൽ ആരുണ്ട്? സർവശക്തനായ ദൈവമുണ്ട്. ഏദൻ പർദീസയിൽ ആദമിനെയും അവ്വയെയും യോജിപ്പിച്ച ദൈവം തമ്പുരാൻ അദൃശ്യരൂപത്തിൽ ഇവിടെ വെളിപ്പെട്ട് വന്ന് ഈ പ്രിയ കുഞ്ഞുങ്ങളെ കരം പിടിച്ച് സംയോജിപ്പിക്കുകയാണ്, ഇവരെ ചേർത്ത് നിർത്തുകയാണ്. രണ്ടാമത്, ഇവരെ യോജിപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം മാനുഷിക വേദശാസ്ത്രങ്ങളല്ല, ഇതിഹാസങ്ങളല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിലാണ് നിങ്ങളെ ബന്ധിതരാക്കി തീർക്കുന്നത്. തിരുവചനം വളരെ കൃത്യമായിട്ട് റോമാലേഖനം 7:12 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, തിരുവചനത്താൽ ബന്ധിപ്പിക്കപ്പെടുക. വചനത്താൽ ബന്ധിക്കപ്പെട്ടാൽ പിന്നെ അത് പിരിയാൻ സാധ്യമല്ല. കാരണം മറ്റുള്ളതെല്ലാം കാലാന്തരത്തിൽ മാറി മാറി പോകും, പക്ഷേ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. സ്വല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആകാശം മാറും, ഭൂമിയും മാറിപ്പോകും, ദൈവത്തിന്റെ വചനങ്ങൾക്കോ ഒരു മാറ്റവുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ സംയോജിപ്പിക്കപ്പെടുകയാണ്. സിബിയും അത് തന്നെ പറയും. ഇവർ രണ്ടുപേരും അത് പറഞ്ഞില്ല എങ്കിൽ പരിപാടി ഇവിടെ നിൽക്കും, പരിപാടി ഇവിടെ നിൽക്കും, മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവരത് പറയുമ്പോൾ അവരുടെ മനസ്സ് തമ്മിൽ, വാക്കുകൾ തമ്മിൽ ഉഭയസമ്മതത്തിലേക്ക്, കമ്മിറ്റ്മെന്റിലേക്ക്, ഉടമ്പടിയിലേക്ക് വന്നു ചേരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ വെറും നിഴൽ മാത്രമാണ്, വെറും നിഴൽ മാത്രമാണ്. കർത്താവ് തന്റെ സഭയെ മധ്യാകാശത്തിൽ ചേർത്ത് കാന്തനായ കർത്താവും കാന്തയാകുന്ന ദൈവസഭയും ഒരുമിച്ച് ചേർന്ന് യുഗായുഗം വാഴുന്ന ഒരു മംഗള ശുശ്രൂഷ വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് സ്വർഗത്തിൽ നടക്കും. ആ സ്വർഗത്തിൽ നടക്കുന്ന ശുശ്രൂഷയുടെ നിഴലായി ഭൂമിയിൽ മനുഷ്യർ ചേർന്ന് ഉഭയസമ്മതം ചെയ്ത് വചനാധിഷ്ഠിതമായി, നിയമബന്ധിതമായി പരസ്പരം സ്ത്രീയെയും പുരുഷനെയും കൂട്ടിച്ചേർക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുമായി കുടുംബമായി ജീവിക്കുന്നവരാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മേൽ പറയപ്പെട്ട തലങ്ങളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഏതെങ്കിലും വിധത്തിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കേൾവി ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി മാറട്ടെ. ഒരു വിവാഹം സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. സ്വർഗത്തിലെ വിവാഹം നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ വിവാഹം ഒരു പ്രപ്പോസലിൽ എത്തണം. ഇവരുടെ വിവാഹം ആരോ പറഞ്ഞു, ബേബി പാസ്റ്ററോട് പറഞ്ഞു, അല്ലെങ്കിൽ ജിബിൻ വഴിയായിട്ട് ഏതെങ്കിലും വഴി ചിറ്റാർ ഒരു പെണ്ണുണ്ട്, കൊള്ളാമെന്ന ഫാമിലിയാണെന്ന് ഞാൻ അറിഞ്ഞു എന്നൊന്നെങ്കിൽ ഒരു ദല്ലാൾ വന്ന് പറഞ്ഞു കാണും, അല്ലെങ്കിൽ ദൈവദാസന്മാർ പറഞ്ഞു കാണും. ആരോ ഒരു മീഡിയേറ്റർ നിന്നുകൊണ്ട് ഈ വിവാഹത്തെ പ്രപ്പോസ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 18 മുതലുള്ള ഭാഗത്താണ് വിശുദ്ധ വിവാഹത്തിന്റെ പ്രപ്പോസൽ നടക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദൈവമായ കർത്താവിന്റെ പുത്രനായ ക്രിസ്തു താൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഗലീലയിലെ പുരുഷന്മാരായ ശിഷ്യബന്ധത്തോട് കൃത്യമായി ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ചേർന്ന് വരുവിൻ, നിങ്ങൾ ദൈവപ്രമാണം അനുസരിച്ച് നിങ്ങൾ ചേർന്ന് നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യത ഒരുങ്ങുന്നുണ്ട് എന്ന് മുഖവുരയായി കർത്താവ് ഓർമ്മപ്പെടുത്തി. ഇത് വിശുദ്ധ വിവാഹത്തിന്റെ പ്രപ്പോസലാണ്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത്, ഈ പ്രപ്പോസലിനെ ഒരു എൻഗേജ്മെന്റിലേക്ക് കൊണ്ടുവരണം. മനസ്സിലാവാൻ വേണ്ടി പറയുക, എൻഗേജ്മെന്റ് അത് കഴിഞ്ഞ എന്നാ നടന്നേ, 3-ാം തീയതി അത് ചിറ്റാർ വെച്ച് നടന്നു. പരസ്പരം 2 കുടുംബങ്ങളിലെ ബന്ധുമിത്രാദികൾ ചേർന്ന് ഇന്ന് നടക്കേണ്ട വിവാഹത്തിന്റെ കുറി കൈമാറി ആ വിവാഹ ക്രമീകരണം എൻഗേജ് ചെയ്തു. വേദപുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് മേൽ വന്നു. ആത്മാവിൽ അവർ നിറഞ്ഞു. സ്വർഗീയ മഹിമകളെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവാൽ അവർ സ്വർഗീയ മണവാളനായ ക്രിസ്തുവുമായി വിവാഹ ബന്ധം അച്ചാരം കൊടുത്ത് എഗ്രിമെന്റ് ചെയ്തു. യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ സ്വർഗാരൂഢനായി 50-ാമത്തെ നാളിൽ ജെറുസലേം പട്ടണത്തിൽ പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ
അവരനുഭവിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹത്തിൽ എത്തിച്ചേർന്നവരാണ് മണവാളനായ ക്രിസ്തുവുമായി വിവാഹത്തിന് ഒരുങ്ങുന്ന ആളുകൾ. ആ ദിവസത്തിന്റെ പേരും ആ ദിവസത്തിലുണ്ടായ പരിശുദ്ധാത്മാവിന്റെ ആ പൈതൃകം ഇന്നും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പേര് കൊടുത്തു ലോകം, പെന്തക്കോസ്തുകാർ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അതൊരു പ്രത്യേക വർഗമല്ല. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയി വഴിതെറ്റിപ്പോയവരല്ല. കൂടുതൽ പിതാവിന്റെ ഭവനത്തിലേക്ക് അടുത്തു വരുവാൻ ചേർന്ന് വന്ന ഒരു ദൈവസഭാ സമൂഹമാണ്. പെൻഡ എന്ന വാക്കിന്റെ അർത്ഥം 50 എന്നാണ്. പെന്തിക്കുസ്ത എന്ന് പറഞ്ഞാൽ 50 എന്നാണ്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 50-ാം ദിവസം ജെറുസലേമിൽ പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ടവരാണ് മണവാളനായ യേശുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തവർ. രക്ഷിക്കപ്പെട്ട് വിശുദ്ധ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയോടെ വിശുദ്ധന്മാരുമായി ദൈവത്തെ ആരാധിക്കുന്നവർ, അവരാണ് കർത്താവിന്റെ ആ മണവാട്ടി സമൂഹത്തിൽ ചേർന്ന് നിൽക്കുന്നവർ. 3 ഞാൻ പറഞ്ഞത് ഇതാണ്, വിവാഹം നടക്കാൻ പോകുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യത്തിൽ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിലെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വ്രതന്മാർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 7 വർഷത്തെ മധ്യാകാശ പിരിവിലെ മണിയറയിൽ കർത്താവാകുന്ന മണവാളനും സഭയാകുന്ന മണവാട്ടി തമ്മിൽ ഒരു സുന്ദര സന്തോഷവേളി നടക്കാൻ പോകുകയാണ്. അതിൻ്റെ നിഴലാണ് ഇവിടെ നടക്കുന്ന ഈ വിശുദ്ധ ശുശ്രൂഷ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തകൾ ഉപസംഹരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ജിബിൻ്റെയും പ്രിയപ്പെട്ട സിബിയുടെയും വിവാഹം ഇവിടെ നടത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ നാം ഒരുങ്ങി വന്നിരിക്കുമ്പോൾ, മേൽ പറയപ്പെട്ട തിരുവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെതായ ആഴത്തിലും അർത്ഥത്തിലും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മണവാളൻ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. സ്തോത്രം. പാപമില്ലാത്ത, പാപത്തിന് പകരക്കാരനായി, പാപികളായി നമുക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തു എന്ന മണവാളൻ, ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരൻ, ആ നല്ല കർത്താവിന്റെ മുൻപിൽ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുക. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനേക്കാൾ ആരാധ്യനാരുമില്ല, അവനെ ആരുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല, അവനെ ശരണപ്പെട്ടാരുമേ ആരുമേ അരുതാത്തതൊന്നുമേ ചെയ്യുമോ അവനെയോർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. വിവാഹ മംഗള ശുശ്രൂഷയുടെ പ്രാരംഭ വേദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവരുടെ വിവാഹ നിശ്ചയരേഖ പരസ്യമായിട്ട് ഇവിടെ വായിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ പാലക്കുഴ വില്ലേജിൽ അവലും തടത്തിൽ വീട്ടിൽ ശ്രീ സ്കറിയ ഉലഹന്നാന്റെയും ശ്രീമതി അമ്മിണി സ്കറിയയുടെയും മകൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ദൈവസഭ തെക്കുംമല അംഗമായ ജിബിൻ സ്കറിയയും പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ ചിറ്റാർ വില്ലേജിൽ കളീക്കൽ വീട്ടിൽ ലേറ്റ് ശ്രീമാൻ റെജിമോൻ അവരുടെയും ശ്രീമതി ജോളി റെജിമോന്റെയും മകൾ ചിറ്റാർ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭാംഗമായ സിബിയ കെയാറും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് മാർച്ച് മാസം 13 ഇന്നേ ദിവസം വരൻ ക്രമീകരിച്ചിരിക്കുന്ന മംഗല്യ ഓഡിറ്റോറിയം പണ്ടപ്പള്ളി
എന്ന ഈ സ്ഥാപനത്തിൽ വെച്ച്, ഈ ഹാളിൽ വെച്ച് വിവാഹം നടത്തി വരന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാനായി ഇരു കുടുംബവും ചേർന്ന് തീരുമാനമെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് കുറി കൈമാറിയിട്ടുള്ളതാണ്. ഈ കുറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഇവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ സമയത്ത് സമർപ്പിച്ച് നാം വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തുടർന്ന് നടക്കാൻ പോകുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവദാസൻ പാസ്റ്റർ സുഭാഷ് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങാം. എല്ലാവരും പ്രാർത്ഥനാനിരതമായി ദൈവസന്നിധിയിലായിരുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥന ഉണരുന്നതാകുന്ന ഈ വിശുദ്ധ വിഭാഗത്തിൻ്റെതാകുന്ന പ്രാരംഭ സമയത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവിൻ്റെ നിറവിൽ ഈ ശുശ്രൂഷ ചെയ്തെടുപ്പാനുള്ള ദൈവികമാകുന്ന കൃപകൾ ദാസന് ദൈവം നൽകണം. കർത്താവെ, തുടർന്ന് നടക്കുന്നതാകുന്ന ശുശ്രൂഷയുടെ ഓരോ സമയങ്ങളിലും ദൈവമാകുന്ന കർത്താവിൻ്റെ കൃപ ദൈവം നൽകി ഏറ്റവും മാനികരമായി തീരുവാൻ സ്വർഗം സഹായിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വീണ്ടും ദൈവകരങ്ങളിൽ നൽകുന്ന കർത്താവെ, ദൈവവചന പ്രകാരം ദൈവദാസന്മാർ പറഞ്ഞു കൊടുത്ത ആലോചനകളും ദൈവോപദേശങ്ങളും അനുസരിച്ച് ജീവിപ്പാനുള്ളതാകുന്ന കൃപ ദൈവം നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഓഡിറ്റോറിയം പരിസരമെല്ലാം ദൈവകരങ്ങളിൽ തരുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തിലായിരിക്കട്ടെ. തുറന്ന് ശുശ്രൂഷിപ്പാനുള്ള കൃപ ദൈവം നൽകണം. ദൈവദാസന അധികാരത്തോടെ ദൈവം ഉപയോഗിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രതിസുത വധൂവരന്മാരോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയും അറിയുന്നവനും ന്യായവിധി ദിവസത്തിൽ അവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വിശുദ്ധ വിവാഹത്തിൽ നിങ്ങൾ അന്യോന്യം സംയോജിപ്പിക്കപ്പെടുന്നതിന് വിഘാതമായി രഹസ്യമായോ പരസ്യമായോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് സമ്മതിച്ച് ഈ വിശുദ്ധ വിവാഹ നടപടിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ പിന്തിരിയേണ്ടതാണ്. അങ്ങനെ വല്ലതുമുണ്ടോ? ഇല്ല. ഇവർ ഇരുവരും വിശുദ്ധ സമ്മതം നൽകിയിരിക്കാൻ ഞാൻ ശുശ്രൂഷയിലേക്ക് ഈ സമയത്ത് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഇവനോട് ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ സമീപം നിൽക്കുന്ന സിബിയ എന്ന ഈ യുവതിയെ നിന്റെ ഭാവി ഭാര്യയായി സ്വീകരിപ്പാൻ താങ്കൾക്ക് സമ്മതമാണ്? സമ്മതമാണ്. മരണം നിങ്ങളെ വേർപിരിക്കും വരെ നീ ഇവളെ സ്നേഹിക്കുകയും പോറ്റി പുലർത്തുകയും ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും മറ്റുള്ള ഏവരിൽ നിന്നും വേർപെട്ട് അവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സിബിയോട് ചോദിക്കട്ടെ, സിബിയുടെ സമീപേ നിൽക്കുന്ന ജിബിൻ എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണ്? മരണം നിങ്ങളെ വേർപെടുത്തും വരെ നീ അവനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും മറ്റുള്ള ഏവരിൽ നിന്നും വേർപെട്ട് അവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുവാൻ നീ തീരുമാനിക്കുന്നു? ഇരു ഭവനങ്ങളിലും സഭകളിലും ഉള്ളവരും ബന്ധുമിത്രാദികളും ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിച്ച് അനുസരിച്ച് നാം എല്ലാവരും ഈ വിവാഹ ശുശ്രൂഷയ്ക്കായി ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ വചനപ്രകാരവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടും കൂടി വന്നിരിക്കുന്ന സാക്ഷികളെ കേന്ദ്രീകരിച്ചും ഈ ശുശ്രൂഷ നടത്തി കൊടുക്കുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഇവർ അവരുടെ വലങ്കരങ്ങൾ കൊടുത്ത് ഉഭയസമ്മതം ചെയ്യുന്ന ഈ സമയത്ത് വേദിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെല്ലാവരും പ്രാർത്ഥനാപൂർവം എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നീ മംഗല്യം.
ശോഭിക്കുവാൻ കരുണ ചെയ്യുക കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക കനിവുള്ള ദൈവമേ. ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഔവയെയും കുടുംബജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി അനുഗ്രഹിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രിയമക്കളെ ഞാൻ ഉഭയസമ്മതത്തിനായി കരങ്ങൾ ചേർത്ത് നിർത്തി ദൈവസനിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജിബി എന്ന ഞാൻ പറഞ്ഞോളൂ. ജിബിൻ എന്ന ഞാൻ, അബിയ എന്ന നിന്നെ, സിബിയ എന്ന നിന്നെ ഇപ്പോൾ മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ വേർപെടുത്തുന്ന സമയം വരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും കഷ്ടതയിലും സന്തുഷ്ടിയിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദൈവം നമ്മെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ പരിതസ്ഥിതികളിലും ഞാൻ നിന്നെ സ്നേഹിക്കുകയും പോറ്റി പുലർത്തുകയും ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് സഭയെ സ്നേഹിച്ച സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പ്രതിഷ്ഠ ചെയ്യുന്നു. പിതാവായ ദൈവത്തിന്റെയും ദൂതന്മാരുടെയും വിശുദ്ധ സഭയെ സാക്ഷിയാക്കി ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്യുന്നു. സിബിയ എന്ന ഞാൻ ജിബിൻ എന്ന അങ്ങയെ ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും കഷ്ടതയിലും സന്തുഷ്ടിയിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദൈവത്തിൽ ജീവിക്കുന്ന കാലം ദൈവം തരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് സഭയുടെ ശിരസായ കർത്താവിന്റെ സന്നിധിയിൽ സഭാ മുമ്പാകെ പിതാവായ ദൈവത്തെയും ദൂതന്മാരെയും വിശുദ്ധ സഭയെയും സാക്ഷിയാക്കി ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. ആമേൻ. ചില വേദഭാഗങ്ങൾ ഈ സമയത്ത് വായിക്കുവാനായിട്ട് ദൈവദാസന്മാരെ ചുമതലപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം 2, 3, 4, 5 വേദഭാഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടവർ വായിക്കുക. മറ്റൊരാൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം
വാക്യങ്ങൾ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും വായിച്ചാട്ടെ. ദുർനടപ്പ് നിമിത്തം ഓരോരുവന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നു ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്തെ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുവിൻ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 29 വാക്യം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനോട് കീഴടങ്ങിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ധരിച്ചു പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ധർമ്മവും ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലെ വലിയ ചിന്തകളാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ നമ്മെ കേൾപ്പിച്ചത്. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് നിങ്ങളെ യോജിപ്പിച്ചത് ദൈവമായ യഹോവയാണ്. യോജിപ്പിച്ചവനായ ദൈവത്തിന് മാത്രമേ നിങ്ങളെ വേർപിരിക്കുവാൻ അവകാശമുള്ളൂ. ദൈവം വേർപിരിക്കുക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഏതെങ്കിലും ഒരവസരത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണം വഴിയായി മാറ്റപ്പെടുക എന്നുള്ളതാണ്. അന്നുവരെയും ഇന്ന് നിങ്ങൾ ചെയ്ത ഉഭയസമ്മതത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം താല്പര്യപ്രകാരമോ പരപ്രേരണയാലോ തമ്മിൽ വേർപെട്ടു പോകുവാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ആകയാൽ മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഇന്ന് ചെയ്ത ഈ ഉടമ്പടി പാലിച്ച് ഒരു നല്ല കുടുംബമായി നിലകൊള്ളുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഓർമ്മപ്പെടുത്തലിനെ കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു വേദഭാഗം നമുക്കിപ്പോൾ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാമത്തെ അധ്യായം 2 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾ വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 10 വാക്യങ്ങൾ 2 മുതൽ 9 വരെ. അപ്പോൾ പരീശന്മാർ അടുക്ക വന്ന് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അവൻ അവരോട്, മോശ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചു എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. ദൈവം അനുഗ്രഹിക്കുന്ന അനേക കുടുംബങ്ങൾ ഇന്നും ശിഥിലമാകുമ്പോൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവികമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളുടെ ഭാഗമായി ഈ പ്രിയപ്പെട്ടവർ മാറട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. കരങ്ങൾ നീട്ടട്ടെ. ഉഭയസമ്മതപ്രകാരം വിവാഹിതരായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പൗര സമൂഹത്തിൽ ഞാനിവരെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ജിബിൻ എന്ന ഈ യുവാവും സിബിയ എന്ന ഈ യുവതിയും ഇന്നേ ദിവസം ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും മുമ്പാകെ പരസ്പരം സമ്മതിച്ച് ഉഭയസമ്മതം ചെയ്ത് വിശുദ്ധ വിവാഹത്തിൽ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ
അവർ ഇപ്പോൾ മുതൽ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്ന വിവരം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെയും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശപ്രകാരം ഇന്ന് പകൽക്കാലം അവരെ കുടുംബജീവിതത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാരായി പ്രഖ്യാപിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആമേൻ പറയാം. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുകയാണ്. ആ വിധത്തിൽ അവരെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈവിട്ടാട്ടെ. ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു അനുഗ്രഹ സങ്കീർത്തനം വായിക്കും ദേവദാസൻ. സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്നവനും ഭാഗ്യവാൻ. നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ ദൈവദാസന്മാരും അവർക്ക് ചുറ്റും കടന്നു വന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കും. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഈ സമയത്ത് ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ റജി മാമൻ അവറുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് ശിരസിൽ കരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും ഈ സമയത്ത് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. നമ്മുടെ വിശുദ്ധകരം പ്രിയ കുഞ്ഞുങ്ങളെ മേൽ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ഇവിടെ ആരംഭിക്കപ്പെട്ട ഈ കുടുംബജീവിതം ഏറ്റവും ധന്യകരമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ ഈ തലമുറയുടെ മേൽ ദൈവം പകർന്നു കൊടുക്കുവാൻ എല്ലാ ദൈവജനവും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ കർത്താവേ, ഈ നല്ല ദിവസത്തിന്റെ ഈ മധ്യാഹ്നം കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. അപ്പൊ ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കൂടെ ഇവിടെ കർത്താവേ ഹല്ലേലൂയ സ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തിയത് ഓർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. വ്യത്യസ്തമായ ഇടങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ ഇരുവരും ഉഭയസമ്മത വാചകത്താൽ കർത്താവെ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞങ്ങൾ കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരേണ്ടതിന്, അവർ മുഖേന കർത്താവെ അനേകർ കർത്താവിനെ അറിയേണ്ടതിന്, അവർ ജീവിത മുഖേന കർത്താവെ അങ്ങയുടെ സന്തോഷം ഈ ദേശത്ത് അത് പ്രകടമാകേണ്ടതിന്, അവരുടെ മാതാപിതാക്കന്മാർക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന്, അവരുടെ സഭകൾക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ചവനായ ദൈവം, അതേ കർത്താവേ അബ്രഹാമിനോടുകൂടെ അത് സാറയെ അനുഗ്രഹിച്ചവനായ ദൈവം, അവ ഇസഹാക്കിനോടുകൂടെ റിബേക്കയെ അനുഗ്രഹിച്ചവനായ ദൈവം, അഖിലാവിനോട് പ്രിസ്കിലെ അനുഗ്രഹിച്ചവനായ ദൈവം, ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് അത് മനസ്സിലോ കാണിച്ച് പ്രിയ ജിബിനെയും സിമിയായെയും അവർ ഇന്ന് പകൽ ഇവിടെ ആരംഭിക്കപ്പെട്ട കുടുംബജീവിതത്തെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങോട്ട് അഭിഷിക്ത ജനം ചേർന്നുകൊണ്ട് അങ്ങോട്ട് ദാസന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, അങ്ങ് ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ, അങ്ങയാൽ മാനിക്കപ്പെട്ടവരായി തീരട്ടെ, ഇവരുടെ ജീവിതം കൊണ്ട് കർത്താവ് അനേകർക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ. അതേ കർത്താവെ, തൃക്കരങ്ങളിലേക്ക് ഇരുവരെ ഞങ്ങൾ സമർപ്പിച്ച് ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം ഇവർക്ക് ആയുസ്സും ആരോഗ്യം നൽകി, അനുഗ്രഹിക്കപ്പെട്ട ഭാവി കുടുംബജീവിതം നൽകി, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി, ആത്മീയമായ ഭൗതികമായ നന്മയുടെ സാക്ഷരതകൾ വെളിപ്പെടുത്തി
ഇരുവരെ സ്വർഗമേ മാനിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അഭിഷിക്തദാസന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പകൽ പിതാവിന്റെയും അത് പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഈ കുഞ്ഞുങ്ങളെ ഇരുവരെ അനുഗ്രഹിച്ച കുടുംബജീവിതത്തെ അവരുടെ സ്ഥലങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന് പ്രയോജനമുള്ള ദൈവരാജ്യ കെട്ടുപണിക്ക് പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി കുടുംബമായി വർദ്ധിപ്പത്തക്കവണ്ണം നീ ഇതുവരെ സഹായിക്കുന്ന കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തലമുടക്കപ്പെട്ട എല്ലാവർക്കും ആ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. പിതാവായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും യേശു കർത്താവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറട്ടെ. ദൈവത്താൽ ഈ കുടുംബം ധന്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നവദമ്പതിമാർ മുൻപോട്ട് വന്ന് അവരൊപ്പിടും. അതിനോട് പിന്നാലെ 2 കുടുംബത്തിൽ നിന്നും സാക്ഷികളായിട്ട് ഉള്ളവരും മുൻപോട്ട് വന്ന് ഒപ്പിടേണ്ടതാണ്. ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ കൃപയോലുമേഘനാമം പരിപൂജ്യമായിടേണം തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാവണം നിറവേറണം പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകയും ഫലമായിടും ഗുരുനാഥനായി നീ കൂടെയുണ്ടാകിലും ചെയ്യുന്നതാകയും ഫലമായിടും